ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു തെമു വ്ളോഗാട്ടോ എടുക്കുന്നത്. തെമുന്ന് ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഞാൻ മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചേക്കണായിരുന്നു. ഞാൻ ഇത് വീഡിയോക്ക് വേണ്ടി വാങ്ങിച്ചതാട്ടോ. ഇത് ഞാൻ എന്തായാലും ഇതൊന്നും കൂടി യൂസ് ചെയ്യാനൊന്നും പോകണമെന്നില്ല. കാര്യം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് എന്താണ് അത്രയും ചീപ്പാണ്. ലൈക്ക് 2 പൗണ്ട്, ഓൾമോസ്റ്റ് 2-3 പൗണ്ടിൻ്റെ ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തിരിക്കണം ഓരോ സാധനത്തിനും. എനിക്ക് തോന്നുന്നു മീഷോയിലൊക്കെ കിട്ടണ പോലെ. അപ്പൊ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഈ പ്രൊഡക്ട്സ് ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഇത് എപ്പോഴും ആലോചിക്കാറുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പേടിച്ചിട്ട് ഫൗണ്ടേഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല, വേറെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ട് റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ്. പക്ഷെ ഇതിലെ ഒരു പ്രൊഡക്റ്റും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നു, ചുമ്മാ ഒരു തമാശക്ക് എല്ലാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ഇത് ലിപ്പ് ഓയിലാട്ടോ. ലിപ്പ് ഓയിൽ സ്ട്രോബെറി ഉണ്ട്, അലോവേരയുടെ ഉണ്ട്. ഞാൻ അലോവേര ട്രൈ ചെയ്യണേ കേട്ടോ. ഇതില് ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഇത്രയും ചീപ്പായിട്ട് കിട്ടണോണ്ട് ഇതിൽ എന്തൊക്കെ കെമിക്കൽസ് വേറെ ഉണ്ടെന്നോ അതൊന്നും പറയാൻ പറ്റുന്നതല്ല. അപ്പം എന്തായാലും അലോവേര ട്രൈ ചെയ്യാം. ക്യൂട്ട് കുട്ടി, കാണാനൊക്കെ നല്ല രസമുണ്ട്. തുറക്കാൻ പറ്റില്ല. വായു വെച്ച് പൊട്ടിച്ചടാ. തുറക്കാൻ പറ്റില്ല. അയ്യോ, ഇതെങ്ങനെയാ തുറക്കണം? ഇതെനിക്കൊരാളെ സഹായം, ഇതെനിക്ക് തുറക്കാൻ പറ്റില്ല. അടുത്തത് ഞാൻ നോക്കട്ടെ. അടുത്തെങ്കിലും എനിക്ക് തുറക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതപ്പൊ കൊണ്ടേ കൊടുത്തേ. അപ്പൊ ആദ്യം തന്നെ പാളിപ്പോയി. സെയിം പാക്കിംഗ് ആണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ കാണാൻ കൊള്ളാം, പക്ഷെ ഒന്നും എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണല്ലോ. ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് ഇത് യൂസ് ചെയ്യാനായിരുന്നു ഭാഗ്യം. ഞാൻ ഇതപ്പം സ്ട്രോബെറി യൂസ് ചെയ്ത് നോക്കാൻ പോണേനെ. ചെറിയൊരു പൊള്ളലൊക്കെ, പൊള്ളലല്ല, ഇങ്ങനെ കുട്ടിയായിട്ട്. ഞാൻ ഓൾറെഡി ബേസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അത് നല്ല പ്രൊഡക്ട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്കിന്നിന് ഇനി എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ. ഞാൻ പക്ഷെ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയിട്ട് എല്ലാം. ഇതൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷെ ചുണ്ടിലിട്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. കളർ ചേഞ്ച് ഒന്നും വന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഓയിൽ ഇടണമല്ലോ. നോർമൽ ഏത് ഓയിൽ യൂസ് ചെയ്താലും അങ്ങനെ എനിക്കിത് തോന്നിയത്. കൊള്ളാം, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലട്ടൊന്നും. ഞാൻ എടുത്തിട്ട് അത് പറയണില്ല, ജസ്റ്റ് ഞാൻ എടുത്തോളാം. താങ്ക്സ്, ഞാൻ എടുത്തോളാം. എടുത്തോ. ഇത് തന്നെ ഇരിക്കും അലോവേരയും തോന്നുന്നുണ്ട്, സെയിം തന്നെ ഇരിക്കും. ഞാൻ സെപ്പറേറ്റ് ആണോ വാങ്ങിച്ചത്, പക്ഷെ ഞാൻ വിചാരിച്ചു ഡിഫറൻസ് വല്ലതും ഉണ്ടെന്ന്. പക്ഷെ സെയിം പാക്കേജ് ആയതുകൊണ്ട് സെയിം തന്നെ ആയിരിക്കും. ലിപ്പ് ഓയിൽ എന്നാണ് എഴുതിയിരുന്നത്. ഇല്ല, കളർ ചേഞ്ച് വന്ന പൊക്കത്ത് ഇത് പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോൾ നോർമൽ ഓയിൽ യൂസ് ചെയ്യണ പോലെ തന്നെ, പക്ഷെ വേറെ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇതൊന്നും എനിക്കിങ്ങനെ ഫീൽ ചെയ്യണില്ല ഇട്ടിട്ട്. അപ്പൊ അടുത്തത് എന്താന്ന് നോക്കാം. അടുത്തത് സാക്ക് പൊട്ടിച്ചു. അമ്മയുടെ മകളല്ലേ? അമ്മയുടെ മകളോ? എന്താ സാക്കു? ലിപ്പിന്റെ ആണ്. ഞാൻ ആദ്യം ഇത് യൂസ് ചെയ്യാം. ഇത് ഐലൈനർ ആട്ടോ. ഞാൻ ഇത് എന്താ എന്നിങ്ങനെ എടുത്ത് നോക്കണായിരുന്നു. സോ നെക്സ്റ്റ് ഐലൈനർ അല്ല, സോറി, ഐബ്രോ ക്രീം ആട്ടോ ഇത്. ഇത് ഞാൻ യൂസ് ചെയ്ത്, നിങ്ങളെല്ലാം ഞാൻ യൂസ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം ഭയങ്കര ടൈറ്റാണ്, എന്നെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. മറ്റേത് എളുപ്പമായിട്ട് പറ്റി, പക്ഷെ ഇത് എല്ലാം പൊട്ടിച്ച് വെച്ച കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് പൊട്ടിക്കാൻ വേണ്ടി. അതുകൊണ്ട് കേട്ടോ. പിന്നെ ആ ലിപ് ഗ്ലോസ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, ലിപ് കളറ്. പിന്നെ ആ ഓയിലും ഫിനിഷും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഓരോന്ന് ട്രൈ ചെയ്ത് കാണിക്കാം. അടുത്തത് ഞാൻ എടുക്കുന്നത് ബ്ലഷ് ആട്ടോ. എല്ലാം നല്ല പീച്ച് കളർ. ഇതിൽ റൊമാൻറ്റിക് ഫ്ലവർ എന്നാണ് എഴുതിയേക്കുന്നത്. 8 കളേഴ്സ് ഉണ്ട് ഇതിൽ. അതിലെനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ ഇടാം. പീച്ച് എനിക്കിഷ്ടമുള്ള
പിഗ്മെന്റഡ് ഒക്കെ ഉണ്ടോ? കൊള്ളാം. ചാക്ക എന്നെ മേക്കപ്പ് ചെയ്ത് തരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി. പീച്ച് കളറൊക്കെ കൊള്ളാം. നല്ല പിഗ്മെന്റഡും ആട്ടോ ഇത്. ബ്ലഷ്, ഈ ബ്ലഷ് ഞാൻ വേറെ ബ്ലഷും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡ് ഇടാത്ത. ഞാൻ ലാസ്റ്റ് നല്ല കോമഡി ആവും. അടുത്ത ഈ ഒരു കുട്ടി ഫോർ ബ്ലഷ് കളറ്. അതിൽ നിന്ന് ഞാൻ ഒരു ലൈറ്റ് പിങ്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി ഒന്നും ഇല്ല, ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞിരിക്കണ്. പക്ഷെ നല്ല പിഗ്മെന്റഡ് ആണ് എന്തായാലും, അതെനിക്ക് തോന്നി. സാക്കു വെയിറ്റ്, ഇവിടെ അവൻ ഇതിട്ട് കളിക്കുന്നുണ്ട്. അവന് കളിക്കാൻ കുറച്ച് പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ട് എന്തായാലും. സാക്കുനോ? സാക്കു മതി. ഇതെനിക്ക് അത്ര പിഗ്മെന്റേഷൻ തോന്നണില്ല. ഇത് ലൈറ്റ് കളേഴ്സ് ആണ് ഇതിൽ. ഇത് പക്ഷെ റൊമാൻറ്റിക് ഫ്ലവർ നല്ല പിഗ്മെന്റഡ് ആണ്. ഇത് നോർമലി ബ്ലഷ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഫോർ ബ്ലഷ് എന്ന്. ഭയങ്കര ലൈറ്റ് കളേഴ്സും ആണ്, അത്ര പിഗ്മെന്റഡും അല്ല. കുറച്ച് കൂടുതൽ പ്രോഡക്റ്റ്സ് ഇട്ടല്ല, എന്നാലും അത് എനിക്ക് ഇട്ടിട്ടും അത്ര സുഖം തോന്നിയില്ല. പക്ഷെ ഇത് ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേത് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ട്, ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് റെക്കമെൻഡ്. പിന്നെ അടുത്തത് ഒരു ലിപ് ഗ്ലേസ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. കാണാൻ നല്ല രസമില്ല, കാൻഡി. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയാ വന്നത്. സാക്കു ഓയിലിട്ടേക്കണോണ്ടാണോന്ന് അറിയില്ല. അമ്മ നോക്കടാ, എനിക്ക് കളർ ഇഷ്ടപ്പെട്ട്. ഇത് ഇടാനും നല്ല രസമുണ്ട്. ലിപ് ഗ്ലേസ് എന്നാണ് ഇതിനെ പറയണത്. ലാസ്റ്റ് ഞാൻ എല്ലാം കൂടി കഴിക്കുമെന്ന് എനിക്കറിയില്ല. ടേക്ക് എനിക്ക് കൊടുത്തിട്ട് വായിൽ പോകുന്നു തോന്നാൻ. കളർ കൊള്ളാല്ലേ ഇതിന്റെ. ലിപ് ഗ്ലേസ് എന്ന് പറഞ്ഞേക്കണ കാൻഡി എന്ന് പറഞ്ഞ അത് ഓയിലും കൂടി ഇട്ടേക്കണോണ്ടാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര രസമായിട്ടിരിക്കുന്നുണ്ട്. എനിവേസ് നെക്സ്റ്റ് ഞാൻ ഇതൊക്കെ കാണിച്ചല്ലേ. അടുത്തത് അടുത്തത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇത് നല്ല രസമുണ്ട്. നല്ല കളറുമാണ്, നല്ല ഫിനിഷിങ്. അടുത്തത് ഞാൻ ഐബ്രോ. എല്ലാം എന്റെ കൊച്ച് എടുക്കലുണ്ട്, കിട്ടണ അവസരം പാഴക്കടയിൽ എടുത്ത് ഓരോട് എടുത്തു വെക്കാൻ പറഞ്ഞ. ഞാൻ ഐബ്രോ ക്രീം ആയിട്ടാ യൂസ് ചെയ്യണത്. ഐബ്രോ ക്രീം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് ലിപ് ഗ്ലേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാണ്. എനിക്ക് ഇങ്ങനത്തെ ബ്രഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. കളർ നോക്കട്ടെ. പക്ഷെ ഇതൊക്കെ ആപ്ലിക്കേഷൻ എല്ലാത്തിൻ്റെയും അടിപൊളിയായിട്ട് നല്ലോണം ബ്ലെൻഡ് ആണുണ്ട്. എല്ലാ പ്രൊഡക്ട്സും എന്താ, എല്ലാം പെട്ടെന്ന് നന്നായിട്ട് ബ്ലെൻഡ് ആണുണ്ട് കേട്ടോ. എല്ലാ പ്രൊഡക്ട്സും നന്നായിട്ട് ബ്ലെൻഡും ആണുണ്ട്, നല്ല കളറും ആട്ടോ. ഐ മീൻ ബ്രൗൺ നൈസാണ്. എനിക്ക് ബ്ലഷ് മാത്രമാണ് ഇട്ടിട്ട് അത്ര ഇഷ്ടം തോന്നാവുന്നത്. നമുക്ക് ഇടുമ്പോൾ ഓരോ പ്രൊഡക്ട്സിനോട് ഇഷ്ടം തോന്നുന്നില്ല. ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഐബ്രോ ക്രീം ഇട്ടാ. ഇത് നന്നായിട്ട് ബ്ലെൻഡുമായി നല്ല രസമുണ്ട് കാണാൻ. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഭയങ്കരമായിട്ട് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യണുണ്ട് ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടാ.
ആകെ എനിക്ക് മറ്റേ ബ്ലഷ് മാത്രം ഇഷ്ടപ്പെടാനുള്ളൂ. അടുത്ത ബ്ലഷ് ഞാൻ ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറയണത് ഞാൻ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടാനുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യാത്തത് വേറെ ഒന്നുമല്ല. കാര്യം എനിക്ക് ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയില്ല, ഇതിൻ്റെ കെമിക്കലിനെ കുറിച്ച് അറിയില്ല. പിന്നെ ഞാനിത് ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നെക്സ്റ്റ് ക്രീം ബ്ലഷാണ് കേട്ടോ. ഞാൻ നോർമലി ഇതും ഇവിടെ തന്നെ ഞാൻ യൂസ് ചെയ്തേക്കാം. നൈസ് ക്രീം ബ്ലഷും പിഗ്മെന്റഡും ആണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. എനിക്ക് ഈ പൗഡർ ബ്ലഷിനെ പോലെ ഈ ക്രീം ബ്ലഷും ഇഷ്ടപ്പെട്ടു. ഒരു ബ്രൗൺ കളർ നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ആകെ മറ്റേ ബ്ലഷ് മാത്രമേ ഉള്ളൂ കുറച്ച് ലൈറ്റും അത്ര പിഗ്മെന്റഡും അല്ലാത്ത എനിക്ക് തോന്നിയത്. ഇപ്പം എത്ര ഇനി അടുത്തൊരു ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്, കയ്യിലിട്ട് നോക്കാം. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് ഒരു ഷൈനിങ് മാത്രമേ ഉള്ളൂ, ഹൈലൈറ്ററാണ്. സ്റ്റിൽ എനിക്കത്ര പിടിച്ചില്ല, എനിക്കത്ര ഇഷ്ടമായിട്ടാ. ഇത് ഞാനിപ്പം കയ്യിലായിട്ട് നോക്കിയത്. കാര്യം എൻ്റെ ഫേസിൽ അത്യാവശ്യം ബ്ലഷൊക്കെ യൂസ് ചെയ്തേക്കണോണ്ട് ഇത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിത് കയ്യിലിട്ട് നോക്കി. അടുത്തത് ഐബ്രോ പെൻസിലാണ്. ഞാൻ ഐബ്രോ ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ 2 സൈഡും യൂസ് ചെയ്ത്. ഞാൻ ഇത് വാങ്ങിച്ചത് മറന്നുപോയായിരുന്നു, അതുകൊണ്ട് ഞാൻ ചുമ്മാ കയ്യിലിട്ട് നോക്കണേട്ടോ. ഇത് ഇവിടെ ഒരു ബ്ലാക്ക് കളറാണ്. ഓക്കെയാണ്, നോർമൽ സാധാ നമ്മൾ യൂസ് ചെയ്യണ ഇതൊക്കെ പോലെ തന്നെ. പ്രത്യേകിച്ചൊന്നും ഇതിന് തോന്നിയില്ല. ക്രീം പക്ഷെ നൈസായിട്ടുണ്ട്. ഇതെനിക്ക് ശരിയാണ്. അടുത്തത് ബ്രോൺസർ കേട്ടോ, നോക്കാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവണം. ഞാൻ കയ്യിലായിട്ട് നോക്കണത്. ഫേസിൽ എനിക്ക് സ്ഥലമില്ല, ബ്ലഷൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പോലെ നന്നായിട്ട് മറ്റേ പ്രൊഡക്ട്സ് ബ്ലെൻഡ് ആവണ പോലെ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ കേട്ടോ. നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും കുറച്ച് കുട്ടി കുറെ 24 hour ലോങ് ലാസ്റ്റിംഗ് വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ലിപ് ലൈനർ എനിക്ക് തോന്നുന്നു 12 പീസസ് ഉണ്ട്. ഇതിന് 3 പൗണ്ട്, എല്ലാം 2-3 പൗണ്ട്. അതിൽ കൂടുതലൊന്നും ഇതിൽ കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇത് ഞാൻ ബ്രൗൺ കളറല്ല, അത് എടുത്ത് നോക്കട്ടെ. കാണാനൊക്കെ എല്ലാം നല്ല പാക്കേജാണ്. ഇതും ചുണ്ടിലിപ്പം ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കയ്യിലിട്ട് നോക്കണം. ഇതും നല്ലതാണ്. എനിക്ക് എല്ലാം ബ്ലെൻഡ് ആവാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫിനിഷിങ്ങും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ആ പ്രൊഡക്ട്സ് എങ്ങനെയായിരിക്കും. ബ്ലെൻഡിങ് നല്ല സുഖമായിട്ട് എല്ലാം ബ്ലെൻഡ് ആവുന്നുണ്ട്. ബാക്കി കിടന്ന സാക്സസ് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യണം. പിന്നെ ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് ആകെ ടയേർഡായിട്ടാണ്. പക്ഷെ എനിക്ക് പൊട്ടിച്ച് നോക്കാൻ ഞാനിങ്ങനെ വന്നിട്ട് എനിക്കിങ്ങനെ പൊട്ടിച്ച് നോക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അപ്പം തന്നെ ഇങ്ങനെ പൊട്ടിച്ചാൽ എനിക്ക് സമാധാനമാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു പോകുന്നത്. ഇനി കാണിക്കാത്ത ഈ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ കയ്യിലിട്ടോ. വീഡിയോ ഒന്ന് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. കാര്യം സാക്ക് കിടക്കുന്ന സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ആകെ ടയേർഡായിട്ട് വന്നതാണ്. പിന്നെ എനിക്കത് പൊട്ടിക്കാതെ ഇരിക്കാനും പറ്റില്ല. പിന്നെ പാക്കേജ് പൊട്ടിക്കുമ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യാനും ചുമ്മാ ട്രൈ ചെയ്യാനും വേണ്ടിയാണല്ലോ ഇത് കാണിച്ചത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്കും കൂടി മാറ്റ് ഫിനിഷ് ആട്ടോ. കളർ നല്ല ബ്രൗൺ ആണ്. എനിക്ക് അത്ര ബ്രൗൺ അങ്ങനെ എനിക്ക് ചേർന്ന പോലെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഞാൻ ഇടാറില്ല. ഭയങ്കര എനിക്ക് കളറും അത്ര ഇങ്ങനത്തെ കളറുകളൊക്കെ ഇങ്ങനത്തെ കളർ എല്ലാവർക്കും ചേരുമായിരിക്കും. എനിക്ക് ചേർന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും ഡാർക്ക് ബ്രൗൺ. പക്ഷെ കുഴപ്പമില്ല. മറ്റേതാണ് ഇതെനിക്ക്
സോ ഒരു പ്രോഡക്റ്റും കൂടി ഞാൻ മറന്നുപോയി. അത് ലിപ് ഗ്ലേസ് ആണ് കേട്ടോ. മറ്റേതും ലിപ് ഗ്ലേസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എനിക്ക് നോർമലി പെട്ടെന്ന് അങ്ങനെ ലിപ്സ്റ്റിക്ക് എല്ലാ ലിപ്സ്റ്റിക്കും എനിക്ക് ഇഷ്ടപ്പെടും. എന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സാധനങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അടുത്ത ലിപ് ഗ്ലേസ്. ഇത് കാണാൻ നല്ല ക്യൂട്ട് ടെഡി ബെയറൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. ഇത് നല്ല നല്ല സ്മെല്ലും. അവൻ പറഞ്ഞ അവന് ഇഷ്ടമല്ലോ സ്ട്രോബെറിയുടെ സ്മെല്ലാട്ടാന്ന്. സ്ട്രോബെറിയുടെ സ്മെല്ലൊന്നുമല്ല, എന്തോ ഒരു നല്ല സ്മെല്ല്. എനിക്ക് സ്മെല്ലും ഇഷ്ടപ്പെട്ടു. പക്ഷെ മറ്റേത് ബ്ലെൻഡായ അത്രയും ഭംഗിയിൽ ബ്ലെൻഡായില്ല. സ്റ്റിൽ ഇത് നല്ല രസമുണ്ട്, നല്ല കളറുമാണ്. പൊന്നെ ഈ രണ്ടും ഞാനെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കതിന് വിഷമമില്ല. ഇത് നല്ലോണം ബ്ലെൻഡായി കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല കളറാണ്, ബ്ലെൻഡായി. പക്ഷേ ഈ ലിപ് ഗ്ലേസിനെക്കാട്ടും ഇത് കാണാനും ലുക്കാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണത്. ഇത് ചിലപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയുമല്ലോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് പിന്നെ യൂസ് ചെയ്യുമായിരിക്കും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബിക്കോസ് എനിക്ക് ഇതിലെല്ലാം കെമിക്കൽസ് ഒന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യായിരിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ എനിക്ക് ഈ ഒരു ക്രീം ബ്ലഷ് ഇഷ്ടപ്പെട്ടു. ഈ ബ്ലഷ് നല്ല പിഗ്മെന്റഡ് ആണ്. പിന്നെ ഈ ലിപ് ഓയിലിൽ ഞാൻ ഈ ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഓയിലും നല്ല ഫിനിഷിങ് എന്ന പോലെ കുറച്ച് കളർ ചേഞ്ച് വന്ന പോലെ എനിക്ക് തോന്നി. അപ്പം മേ ബി കൊള്ളാം. ബാക്കി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ലിപ് ലൈനറും എല്ലാം നല്ല പിഗ്മെന്റഡ് ഇതൊക്കെയാണ്. പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യോ എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പിന്നെ ഇതും നൈസായിട്ട് അത് ബ്ലെൻഡായി നല്ല രസം ഉണ്ടായിരുന്നു ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ വേഗം പോയി ഫേസ് വാഷ് ചെയ്ത കാര്യം ഇതൊക്കെ തേച്ച് ഇനി എന്റെ ഫേസിൽ എന്തെങ്കിലും പറ്റിയാൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും സോ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ വേഗം തന്നെ കൺക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോയുടെ കാര്യം അവൻ കുറച്ച് ഇന്ന് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കണേ. അതുകൊണ്ട് എനിക്ക് വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്നേക്കണേന്. പക്ഷെ എനിക്ക് എന്തായാലും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്ന കാര്യം ഞാനിത് ഫസ്റ്റ് ടൈം യൂസും ഇനി ചിലപ്പോൾ യൂസും ചെയ്യൂല. എന്നാലും ഇതെങ്ങനെയുണ്ട് ഞാൻ എപ്പോഴും ടെമു ആപ്പ് നോക്കുമ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ എങ്ങനെയായിരിക്കും, ഈ 2 കൊണ്ടിൻ്റെ മേക്കപ്പ് പ്രൊഡക്ട്സ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്തതാണ് ഇത്. നമ്മുടെ നാട്ടിൽ മീഷോ പോലെ ഏകദേശം മീഷോ പോലെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് പ്രോഡക്റ്റ് ഒക്കെയാണ്. പക്ഷേ ഇത് ഒന്നിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അങ്ങനെയൊന്നും എനിക്ക് അറിയൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എനിക്കിതിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനും പറ്റില്ല. കാര്യം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ടെൻഡർ ലിപ് ഗ്ലേസ് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കവർ ഞാൻ കളറിൽ തോന്നുന്നു ക്യാൻഡി എന്നുണ്ടോ ഇതിൻ്റെ നെയ്ന്നോന്ന്. അതായത് പോയി കവർ എവിടെയോ കളഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യണേന്. വേറെ കുട്ടി വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.